നമസ്കാരം. നമ്മുടെ മാതൃഭൂമിയിലെ മാധു നേരത്തെ മാതൃഭൂമിയിലുണ്ടായിരുന്നിട്ട് ഇപ്പോൾ റിപ്പോർട്ടിലേക്ക് പോയ സ്മൃതി പരുത്തിക്കാട്, പിന്നെ നമ്മളെ റിപ്പോർട്ടർ ചാനൽ മരമുറി ചാനലിലെ അതിൻ്റെ നേതാവ്, അതിൻ്റെ ഉടമസ്ഥൻ, ഇവരെല്ലാം കൂടി കേരളത്തിലൊരു സൂപ്പറായിട്ടൊരു കോഡ് ഓഫ് കോണ്ടാക്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് കോഡ് ഓഫ് കോണ്ടാക്ട്? സമരത്തിന് അതിര് കടക്കാവോ? ഇത്ര മനോഹരമായ ഒരു മുദ്രാവാക്യമാണ്. ഇന്നലെ ചാനലുകളിൽ മാധു, അരുൺകുമാറും പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളും ഒക്കെ ഇരുന്ന് അവിടെ ഒരു ചർച്ച, ഇപ്പുറത്ത് നമ്മുടെ മീഡിയ വണ്ണിൽ അടുപ്പൂട്ടി ചർച്ച എന്ന ആളുകൾ കളിയാക്കുമ്പോഴുള്ളൊരു ചർച്ച ഉണ്ടല്ലോ. 4 പേരും കൂടി ഇരുന്ന്, ഒരാൾ BJP, ഒരാൾ കോൺഗ്രസ്, അതായത് ഒരാൾ CPM, പിന്നെ നമ്മുടെ സുജയ പാർവതി BJP, അരുൺ കമ്മ്യൂണിസ്റ്റ്, പിന്നെ മറ്റേ വേറൊരാൾ കോൺഗ്രസ്, ഉണ്ണി ബാലകൃഷ്ണൻ ഇല്ലായിരുന്നല്ലോ, പോയല്ലോ മാതൃഭൂമിയിൽ, അല്ല പിന്നെ ഏഷ്യാനെറ്റിലേക്ക്. അപ്പോൾ ഇവരെല്ലാം അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴുള്ള വിഷയം എന്തറിയാമോ? സമരത്തിന് ഇവരൊരു ഫിക്സ് ചെയ്യുകയാണ്. ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ വഴിപാട് സമരമായിരിക്കണം എന്നാണ്. സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഷേധം എന്ന് പറഞ്ഞാണ് അതിനൊരു രൂപമില്ല. അത് അപ്പോഴെന്താണോ സംഭവിക്കുന്നത് അതനുസരിച്ചാണ്. കല്ലേറുണ്ടാവും, തല്ലുണ്ടാവും, അടിയുണ്ടാവും, ടിയർ ഗ്യാസ് പൊട്ടിക്കും, വെടിവെപ്പുണ്ടാകും, പിന്നെ 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 എന്താണ് നമ്മളെ വെള്ളം ചീറ്റും, വരുണിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, നമ്മുടെ വെള്ളം ചീറ്റുന്നവനുണ്ടല്ലോ, ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാം ചേരുന്നതാണ്. ലാത്തിയടിയുണ്ട്, കലാപമുണ്ട്, എല്ലാം ചേരുന്നതാണ് സമരം. സമരത്തിൻ്റെ രൂപത്തിനും ഭാവത്തിനും നിങ്ങൾ ആരാണ് ഇത് അളക്കാൻ? നിങ്ങൾ ഏതെങ്കിലും ഒരു സമരത്തിൽ, ഒരു പഞ്ചായത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും പട്ടിയെ പിടിക്കാത്തതിനെതിരെ ഉള്ള ഒരു സമരത്തിലെങ്കിലും നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ജയിലിൻ്റെ സൈഡെങ്കിലും കണ്ടിട്ടുണ്ടോ? സിനിമയിലെങ്കിലും ജയിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? സമരമെന്ന് പറഞ്ഞാൽ അതെന്താണ് നിങ്ങൾക്കറിയാവോ? സമരമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ തന്നെ പ്രതിഷേധമാണ്, ഭരണകൂടത്തോടുള്ള എതിർപ്പാണ്. അതിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും. അത് ചിലപ്പോൾ മോബ് വയലൻ്റ് ആവും, ചിലപ്പോൾ അവർ സെക്രട്ടേറിയറ്റിനകത്ത് കിടക്കും, ചിലപ്പോൾ അവർ AG's ഓഫീസിനും കളക്ടറേറ്റിനും അകത്ത് കിടക്കും, വളരെ വലിയ തോതിൽ ചെയ്യും. ഇപ്പോൾ വന്ന് SFIക്കാരടക്കമുള്ളവർ, DYFI, SFI, യൂത്ത് കോൺഗ്രസ്, AYFI, RY എല്ലാവരും വഴിപാട് സമരങ്ങളായി. നമ്മൾ കണ്ടില്ലേ, സെനറ്റ് പിന്നെ യൂണിവേഴ്സിറ്റി സെനറ്റിൻ്റെ അകത്ത് ഗവർണറെ കയറ്റൂല എന്ന് വന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം കൂളായിട്ട് വന്ന് പരിപാടി പങ്കെടുത്തു, ബാക്കി കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് പോയി. ഒരു ക്യാമ്പസിലും തറയിൽ തൊടാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. വല്ലത് നടക്കുമോ? ഒരു കാര്യമില്ല. സമരമെന്ന് പറയുന്നത് വഴിപാടല്ല, അതിനൊരു അതിർവരമ്പുമില്ല, അത് പ്രതിഷേധത്തിനാണ്. അതിന് മര്യാദ, പുരുഷോത്തമൻ്റെ മര്യാദയുടെ സീമ ലംഘിക്കാവോ എന്നൊക്കെയാണ് മാധു ചോദിക്കുന്നത്. ഏത് ലോകത്താണ് മാധു താമസിക്കുന്നത്? നഗ്നരായി നിന്ന് പോലും ലോകത്തിൽ സ്ത്രീകൾ പ്രതിഷേധിക്കാറുണ്ട്. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ കംപ്ലീറ്റ് ന്യൂഡായി നിന്ന ജാഥകൾ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണും. അത്രമാത്രമാണ് പ്രതിഷേധം. സത്യാഗ്രഹം മാത്രമല്ല, വഴിപാട് സമരങ്ങളല്ല നടക്കുന്നത്. അതൊരു കാര്യം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ DYFIയുടെയും അതുപോലെ നമ്മുടെ പഴയ രാജു, പത്തനംതിട്ടയിലെ MLA, സ്ഥിര MLA ആയിരുന്ന രാജുവിൻ്റെയും, ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയാണ് രാജുവിൻ്റെയും, പിന്നെ സജി ചെറിയാൻ്റെയും, നമ്മുടെ കുന്തോം കുടച്ചക്രവും നേതാവായിട്ടുള്ള സജി ചെറിയാൻ്റെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. ഞങ്ങളിൽ ഒന്നിനെ, പിന്നെ സനോജിൻ്റെയും വന്നിട്ടുണ്ട് DYFIയുടെ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ, ഞങ്ങളുടെ മന്ത്രിമാരെ തൊട്ടാൽ ഞങ്ങൾ തിരിച്ച് ബാക്കി പ്രതിപക്ഷ നേതാക്കളെയും ബാക്കി BJPക്കാരെയും ഒന്നും അവരെ വീട് നോക്കി അടിക്കും, അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല. ഇതെന്ത് രാജ്യമാണ്? പാർട്ടിയാണോ രക്ഷാപ്രവർത്തനം നടത്തുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രമസമാധാനം തകർന്നു എന്നല്ലേ? ഇവിടെ പോലീസ് സംവിധാനം ഇല്ലെന്നല്ലേ? ഈ രാജ്യത്ത് പട്ടാള സംവിധാനം എന്തിനാണ്? മന്ത്രി തന്നെ വന്ന് പറയുന്നു, ഞങ്ങൾ രക്ഷിച്ചോളാം, ഞങ്ങളുടെ പാർട്ടിക്കാരെ, ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇവിടെ പോലീസില്ല, അല്ലെ പോലീസ് നിഷ്ക്രിയമാണ്, അല്ലെങ്കിൽ പട്ടാളം നിഷ്ക്രിയമാണ്, ക്രമസമാധാനം ഇല്ല എന്ന് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇവരെല്ലാം പറയുന്നത്. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി സമയം നോക്കി ഇവരെല്ലാം തട്ടിപിടിക്കുകയാണ്, ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന്. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ? അപ്പോൾ ഒരു വശത്ത് പറയുന്നു സമരത്തിന് മര്യാദ, മറ്റൊരു വശത്ത് സമരത്തിൻ്റെ രക്ഷാപ്രവർത്തനം. എന്തൊരു നാടാണിത്! വളരെ കഷ്ടമാണ്. വളരെ വളരെ ഗതികെട്ട ഒരു രാജ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.